കുറച്ചു സമയം കൊണ്ട് തന്നെ പത്മയും സാവിത്രി അടുത്തിരുന്നു. വളരെ താല്പര്യത്തോടെ പത്മയോട് സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ഇടയ്ക്ക് ചിരിക്കുകയും ചെയ്യുന്ന അച്ഛമ്മയെ ആർച്ചയും തെല്ല അത്ഭുതത്തോടെ നോക്കി. താൻ കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അച്ഛമ്മ കൂടുതൽ സംസാരിക്കുന്ന ഒരാളല്ല. പത്മാന്റെയും സ്വാതന്ത്ര്യത്തോടു കൂടി തിരികെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛമ്മയുടെ മുമ്പിൽ അമ്മയുടെ മുഖത്ത് താൻ എന്നൊരു വിധേയത്വമാണ് കണ്ടിട്ടുള്ളതെന്നവൾ അത്ഭുതത്തോടെയും അല്പം വിഷമത്തോടെയും ഓർത്തു. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ അച്ഛനുമായി വേർപിരിഞ്ഞാണ് അമ്മ നിന്നിട്ടുള്ളത്. താൻ +2 കഴിയുന്നവരെ അച്ഛൻ കുവൈത്തിലായിരുന്നു. 2 വർഷം കൂടുമ്പോഴാണ് അവധിക്ക് വരുന്നത് പോലും. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വീടെടുത്ത് മാറുന്നത്. അതുവരെ താനും അമ്മയും ഒരുമിച്ച് അമ്മയുടെ വീട്ടിലും. അച്ഛൻ വരുമ്പോൾ മാത്രം, അതും തന്നെ വെക്കേഷൻ സമയത്ത് മാത്രമാണ് എല്ലാവരെയും കാണുന്നത്. അന്നും അമ്മയുടെ മുഖത്ത് ഇതേ ഭാവം തന്നെയായിരുന്നു അച്ഛമ്മയുടെ മുഖത്തും. ഭാഗം വെച്ചപ്പോൾ അച്ഛനുണ്ടാക്കിയ വീട് കൊടുത്ത് വല്യച്ഛനാണ്. എന്നിട്ടും അച്ഛമ്മയെ ആര് നോക്കുമെന്നൊരു പ്രശ്നമായി ഉയർന്നു വന്നു. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ എൻ്റെ അമ്മയെ നോക്കാൻ എനിക്കറിയാം, ആരും ലേലം വിളിക്കാൻ നിൽക്കേണ്ടെന്ന് അച്ഛൻ കർശനമായി പറഞ്ഞു. അമ്മ ഒറ്റക്കല്ലേ എന്നതായിരുന്നു മറ്റുള്ളവർക്കെല്ലാം അറിയാവുന്ന കാരണമെങ്കിലും അച്ഛമ്മയെ നോക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് കുടുംബക്കാരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നു. ആർച്ച ഒന്ന് നെടുവീർപ്പെട്ടു. പത്മാന്റിയോട് അച്ഛമ്മ സംസാരിക്കുന്ന പോലെ അമ്മയോട് സംസാരിച്ചിരുന്നെങ്കിലെന്ന് അവൾ ചിന്തിച്ചു പോയി. എങ്കിൽ എത്ര നന്നായേനെ. ആർച്ച പതിയെ അടുക്കളയിൽ എന്തോ ജോലിയിലായിരുന്ന ജയശ്രീയുടെ അടുത്തേക്ക് നടന്നു. പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. കറിയിലേക്ക് കടുക് താളിച്ചൊഴിക്കുന്ന ജയശ്രീ ഒന്ന് ഞെട്ടി. കയ്യിലിരുന്ന ചൂടുപാത്രത്തിലേക്കും വയറിൽ മുറുകിയ കയ്യും നോക്കി അവരൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. കുരുത്തം കേട്ടതേ, ഇപ്പൊ കൈ പൊള്ളിയേനെ. പാൻ താഴെ വെച്ച് കയ്യിലൊരടിയും കൊടുത്ത് ജയശ്രീ അവളെ പിടിച്ചു മാറ്റി. അടികൊണ്ട ഭാഗം തടവി മുഖം വീർപ്പിച്ച് ആർച്ച കിച്ചൺ സ്ലാബിലേക്ക് കയറിയിരുന്നു. ജോലി ചെയ്യുമ്പോഴാണോ പെണ്ണെ മിണ്ടാണ്ടേയും പറയാണ്ടേയും വന്ന് കെട്ടിപ്പിടിക്കുന്നത്? ജയശ്രീ അവളെ നോക്കി മുഖം കൂട്ടി. ആർച്ചയും വിട്ടുകൊടുക്കാതെ ചുണ്ടുകൂട്ടി കാണിച്ചു. എനിക്ക് അമ്മയോട് സ്നേഹം തോന്നിയിട്ടല്ലേ? കുഞ്ഞുങ്ങളെപ്പോലെ പറയുന്ന ആർച്ചയെ കണ്ട് ജയശ്രീ സംശയത്തോടെ പുരികം അല്പം പൊക്കി സൂക്ഷിച്ച് നോക്കി. നീ ഇപ്പൊ ഏത് സിനിമയാണ് കണ്ടത്? വടക്കൻ സെൽഫി എന്ന സിനിമ ഉണ്ടാക്കിയ പുള്ളിയെ മനസ്സിൽ നന്നായിട്ടൊന്ന് സ്മരിച്ച് അമ്മയെ നോക്കി മുഖം വീർപ്പിച്ച് സ്ലാബിൽ നിന്ന് ചാടിയിറങ്ങിയ ആർച്ച കുശുമ്പ് പിടിച്ച് ചാടിത്തുള്ളി പോകുന്ന വഴിയിൽ ഫ്രിഡ്ജ് തുറന്ന് ഒരു ഡയറി മിൽക്ക് കൂടി എടുത്തിട്ടാണ് പോയത്. ഡയറി മിൽക്ക് മുഖ്യം ബീലേ. ഇതാ പറയുന്നു, സ്നേഹിക്കാൻ പോകുമ്പോൾ നേരം കാലമൊക്കെ നോക്കി പോകണമെന്ന്. പോകുന്നതിനിടയിൽ ആർച്ച പിറുവിറുക്കുന്ന കേട്ട് ജയശ്രീ ചിരിച്ചുപോയി. ഉച്ചയാവാറായപ്പോഴാണ് പത്മയും രാമചന്ദ്രനും തിരികെ മടങ്ങിയത്. ഊണ് കഴിക്കാൻ നിർബന്ധിച്ചിട്ടും വീട്ടിൽ ശരത്ത് കാത്തിരിക്കുന്നതുകൊണ്ട് രണ്ടുപേരും അതിന് തയ്യാറായില്ല. അച്ചമ്മയ്ക്ക് ഉൾപ്പെടെ 3 പേർക്കും രണ്ടുപേരെയും നന്നായി ബോധിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് സിറ്റൗട്ടിലിരിക്കുകയായിരുന്ന കൃഷ്ണകുമാറും ആർച്ചയും. അച്ചമ്മയും ജയശ്രീയും ഉച്ചമയക്കത്തിനും പോയി. തറയിൽ തൂണിലേക്ക് ചാരിയിരിക്കുന്ന കൃഷ്ണകുമാറിന്റെ മടിയിൽ കിടന്ന് ഫോണിനെ മാന്തിക്കൊണ്ടിരിക്കുന്ന ആർച്ച. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആർച്ചയുടെ വിരലുകൾ നിശ്ചലമായി. അച്ഛാ, അവളൊരു ഈണത്തിൽ വിളിച്ച്. സ്നേഹം നിറഞ്ഞു തുളുമ്പെന്ന് കണ്ടതും കൃഷ്ണകുമാറിന് അപായമണി മുഴങ്ങി. കൃഷ്ണകുമാർ വലിയ ബലം കൊടുക്കാതെ ഒന്ന് മൂളി. അച്ഛാ. ആർച്ച പിന്നെയും വിളിച്ചു. കൃഷ്ണകുമാർ ഇടം കണ്ടിട്ട് അവളെ ഒന്ന് നോക്കി. ഇത്തരം സമയങ്ങളിൽ മിക്കവാറും അവൾ വിളിക്കുന്ന എന്തെങ്കിലും കുനിഷ്ടൊപ്പിച്ച് വെക്കാനായിരിക്കും എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ കിടത്തത്തിൽ ആർച്ചയുടെ കണ്ണുകൾ പതിഞ്ഞത് മുറ്റത്തെ തെങ്ങിന്റെ മണ്ടയിലായിരുന്നു. അതോടെ രണ്ടുപേരുടെ കാര്യത്തിൽ തീരുമാനമായി. പ്രായപൂർത്തിയാവാൻ കൊതിച്ച തെങ്ങിൽ ഇളം കാറ്റേറ്റിരിക്കുന്ന ഇളനീരിന്റെയും താഴെയിരിക്കുന്ന കൃഷ്ണകുമാറിന്റെയും. 1000 രൂപയ്ക്ക് പെറ്റുവെച്ച് കൃഷ്ണകുമാരനെ തെങ്ങിൽ കയറ്റി ആർച്ച. ഇളനീരിട്ട് വിജയശ്രീലാളിതനായി ഇറങ്ങിയെങ്കിലും അതിന്റെ ഫലമായി 2 ദിവസം പുള്ളിക്ക് ഫുൾ റെസ്റ്റ് ആയിരുന്നു. നടുവേദനേ. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞ ആ കാവാലം മുണ്ട് വാങ്ങി തളപ്പിട്ട് കയറിയാൽ മതിയെന്ന്. നടുമുള്ളു പോയി കിടക്കുമ്പോഴാണോ മോളെ ഉടുമുണ്ടിനെ കുറിച്ച് പറയുന്നത്? ഉടുമുണ്ടല്ല അച്ഛാ, കേട്ടിട്ടില്ലേ? കാവാലം മുണ്ടുകൾ, ബനിയനുകൾ, ജെട്ടികൾ. ഇതുപോലെ തലയിൽ കെട്ടാനും തോർത്താനും തളപ്പ് കെട്ടി തെങ്ങിൽ കയറാനും ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. എന്നാലും പോട്ടെ, 1000 രൂപ കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ചപ്പോഴാണ് കൃഷ്ണകുമാർ ആ സത്യം തിരിച്ചറിഞ്ഞ്. തന്റെ പോക്കറ്റിൽ 1000 രൂപ ഇപ്പോൾ ഇരിക്കുന്നത് മോളുടെ കയ്യിലാണെന്ന് ചോദിച്ചപ്പോൾ നിഷ്കളങ്കമായി ഉത്തരവും തന്നു. കാശിന് ആവശ്യം വന്നാൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നല്ലാതെ പള്ളിയിൽ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുമോ അച്ഛാ എന്ന്. ആ ഓർമ്മയിൽ കൃഷ്ണകുമാർ ഒന്ന് തല കുടഞ്ഞു. കുറ്റം പറയാൻ പറ്റില്ല, ന്യായമായ ചോദ്യം. കൃഷ്ണകുമാർ നെടുവീർപ്പിട്ടുകൊണ്ട് അവളെ നോക്കി. ഒന്നു മോളെ, കഴിഞ്ഞ ആഴ്ച തെങ്ങി കയറിയപ്പോഴുള്ള വല്ലതും ആണെങ്കിൽ വയ്യടി, വയ്യാഞ്ഞിട്ടാ, അച്ഛന് വയസ്സായി. അയാൾ ദയനീയമായി പറഞ്ഞു. ആർച്ച ചാടി എഴുന്നേറ്റു. ഞാനങ്ങനെ ചെയ്യുമോ അച്ഛ? അച്ഛനെന്നെ വിശ്വാസമില്ലേ അച്ഛ? ഞാൻ അച്ഛൻ്റെ മോളല്ലേ അച്ഛ? അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അച്ഛ? അച്ഛ ബഹുത്ത് അച്ഛ. ആർച്ച നിഷ്കളങ്കത, നിസ്വാർത്ഥത, ദയ, കരുണ, സ്നേഹം
അങ്ങനെ വേണ്ട ലോകത്തുള്ള സകല ഭാവങ്ങളെടുത്ത് മുഖത്ത് ഒട്ടിച്ചു വെച്ച് എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ ദൈവത്തിന് പോലും സാധിക്കാത്തൊരു ഭാവത്തിലിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. നീ എൻ്റെ മോളാണല്ലോ. 10 കിലോമീറ്റർ അപ്പുറത്ത് കൂടി പോകുന്ന പണി സൈക്കിളിൽ കയറ്റിയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്ന മുത്തായി. എൻ്റെ പൊന്നച്ഛ, തെങ്ങും മാവുന്നില്ല, വേറെ കാര്യ. ആർച്ച കാലുകൾ മടക്കി വെച്ച് അയാളുടെ അടുത്തേക്കിരുന്നു. അതെ, അമ്മ എന്തിനാ വന്ന് കയറി ഉടനെ തന്നെ എന്നെ വഴക്ക് പറഞ്ഞ്? ഞാൻ ആദ്യമായിട്ടൊന്നല്ല അമ്പലത്തിൽ പോയിട്ട് വൈകി വരുന്നു. മുഖം അയാൾക്കടുത്തേക്ക് അടുപ്പിച്ച് രഹസ്യം ചോദിക്കുന്ന പോലെ ആർച്ച ചോദിച്ചു. അർജുനൻ കുലച്ച വില്ലുപോലെ കൃഷ്ണകുമാർ തന്റെ പുരികം ചുളിച്ചു. അയാളും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിരുന്നില്ല. ആർച്ച പറഞ്ഞപ്പോഴാണ് അയാളുടെ ചിന്തയിലും സംശയം നിറഞ്ഞത്. കൃഷ്ണകുമാർ അവളെ നോക്കി അറിയില്ലെന്ന് തലയാട്ടി. അച്ഛൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? ആർച്ചയിലും തലപോഞ്ഞു. കൃഷ്ണകുമാറിന് ആ നിമിഷം ഒരു അസ്വസ്ഥത തോന്നി. ഇതിനു മുമ്പ് ആർച്ച അമ്പലത്തിൽ പോയി വൈകി വന്നിട്ടുണ്ട്. കീർത്തിയുടെ അടുത്ത് പോയി ഉച്ചവരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അവളെയും നോക്കി കൃഷ്ണകുമാർ എഴുന്നേറ്റ് പതിയെ ഉള്ളിലേക്ക് നടന്നു. ആർച്ച യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. അല്പസമയത്തിനകം ആർച്ചയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു. അവൾ അത് ഓപ്പൺ ചെയ്ത് കേട്ടു. മുഴുവൻ കേട്ട് കഴിഞ്ഞതും അവൾ ഉള്ളിലെ ലാൻഡ് ഫോണിനടുത്തേക്ക് ഓടി. കോളർ ID നോക്കി. കിച്ചുവിന്റെ ഫോൺ നമ്പർ തെളിഞ്ഞെടുക്കുന്ന കണ്ടതും അവളുടെ മുഖം ചുവന്നു. തെണ്ടി, ഇവന് കിട്ടിയൊന്നും പോരോ? ആർച്ച ഒരു നിമിഷം ആലോചിച്ചു നിന്നു. മുൻവശത്തെ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി. കോളിംഗ് ബെൽ തുടരെ ശബ്ദിക്കുന്ന കേട്ടാണ് കിച്ചുവും കീർത്തിയും സന്തോഷവും കവിതയും പുറത്തേക്ക് വന്നു. ബെല്ലിൽ വിരൽ അമർത്തി പിടിച്ചു നിൽക്കുന്ന ആർച്ചയെ കണ്ടതും കിച്ചുവിന്റെ മുഖം വിളറി. കവിതയുടെ മുഖം വീർത്തു. കീർത്തി അവളെ നോക്കാൻ പോലും സാധിക്കാതെ നിന്നു. സന്തോഷ് മാത്രം ഇനി എന്ത് പ്രശ്നമെന്ന് ചിന്തിക്കുകയായിരുന്നു. എന്ത് ഭ്രാന്താ കുട്ടി ഈ കാണിക്കുന്നത്? എല്ലാവരെയും കണ്ടിട്ടും കോളിംഗ് ബെല്ലിൽ നിന്ന് കൈയെടുക്കാൻ നിൽക്കുന്ന ആർച്ചയുടെ അടുത്തേക്ക് ചെന്ന് സന്തോഷ്. ആർച്ച കൈ പിൻവലിച്ച് അയാളെ രൂക്ഷമായി നോക്കി. എനിക്ക് ഭ്രാന്ത് വന്നാൽ ഇങ്ങനെയൊന്നും ആയിക്കില്ല സന്തോഷ് സാറേ. ഇപ്പൊ നല്ല ബോധത്തിൽ തന്നെയാ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ചോദിക്കാനുള്ള സാറിന്റെ മോനോടും. സന്തോഷ് ചോദ്യഭാവത്തിൽ അവളെ നോക്കി. കിച്ചുവും സംശയത്തോടെ നോക്കി. ആർച്ച കിച്ചുവിന്റെ മുഖത്ത് മിഴികൾ ഉറപ്പിച്ച് നിർത്തി. കിഷോർ ഇന്നലെ വീട്ടിൽ ലാൻഡ് ലൈനിൽ വിളിച്ചിരുന്നോ? അവളുടെ സ്വരം ശാന്തമായിരുന്നു. നിന്റെ വീട്ടിൽ വിളിക്കേണ്ട ആവശ്യം എന്റെ മോനെന്താ? ആർച്ചയുടെ ചോദ്യം കേട്ടതും കവിത ദേഷ്യത്തോടെ അവളുടെ മുമ്പിലേക്ക് പാറി വീണു. തിരി മുളക് കൂടി വായ്പ വയ്ക്കാൻ വന്നാ എന്തേ? ആർച്ചയുടെ മറുപടി കേട്ടതും കവിത സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. എടി, വീടിന് മുമ്പിൽ വന്ന് കൂടുതൽ വിളച്ചിലെടുക്കരുത്. അങ്ങനെ ഇപ്പൊ എനിക്ക് പ്ലിങ്ങാ മനസ്സിലെന്ന ഭാഗത്തിൽ കവിത അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഇല്ല, ഞാൻ വീടിന്റെ പുറത്തിറങ്ങാം. ഞാൻ വീടിന്റെ പുറത്തിറങ്ങി നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. നിങ്ങൾ അമ്മയും മകനും എനിക്കെതിരെ അപവാദം പറഞ്ഞു നടക്കുന്നതിന് ഞാനൊരു പരാതിയും കൊടുക്കും. ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ആർച്ച കൂസിലെന്നെ പറഞ്ഞു. കവിത അന്താളിച്ച് നിന്നു. കിച്ചു അതിലേറെ. അപവാദോ? എന്തപവാദം? കഥയറിയാതെ ആട്ടം കാണുന്ന സന്തോഷ് അമ്പരപ്പോടെ ചോദിച്ചു. അതായത് സന്തോഷ് സാറേ, ഈ നിൽക്കുന്ന സാറിന്റെ ഭാര്യ എതിർ വീട്ടിലെ ആന്റിയോടും മറ്റു പലരോടും എനിക്ക് സ്വഭാവദോഷിയുണ്ടെന്നും ഞാൻ പലരുടെയും കൂടെ പോകുന്നെന്നും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്റെ കയ്യിൽ തെളിവുണ്ട്. ആർച്ച പുരികം പൊക്കി ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. പിന്നെ ഈ നിൽക്കുന്ന സാറിന്റെ മോൻ കുറച്ചും എന്റെ വീട്ടിൽ വിളിച്ച് ഞാൻ ആദ്യം ഇവന്റെ പിറകെയായിരുന്നു, ഇവൻ പോയപ്പോൾ ഞാൻ വേറെ ആൾ തേടി പോകുന്നു എന്നും പറഞ്ഞു. അതും പേര് പറയാതെ, ശബ്ദം മാറ്റി, അജ്ഞാതൻ. ആർച്ച അവനെ പൂച്ഛിച്ചു. പക്ഷെ അതിബുദ്ധി കാണിച്ച അച്ഛമ്മയോട് എന്നെ കുറിച്ച് അനാവശ്യം വിളിച്ച് പറയുമ്പോൾ മോനൊരു കാര്യം മറന്നുപോയി. വീട്ടിലെ ലാൻഡ് ഫോണിലെ കോളർ ID ഉണ്ട്. ഊറി വന്ന ചിരിയോടെ ആർച്ച പറഞ്ഞു നിർത്തി. കിച്ചുവിന്റെ മുഖം വിളറി വെളുത്തു. അങ്ങനെ ഒരു കാര്യം കിച്ചു ഓർത്തില്ല. ഇതിനാടോ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നൊക്കെ പറയുന്നു കിഷോർ സാറേ. ആർച്ച അവന്റെ പതർച്ച ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. സന്തോഷ അപമാനവും ദേഷ്യവും കൊണ്ട് പുകഞ്ഞു നിൽക്കുകയായിരുന്നു. ആർച്ചയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അച്ഛന്റെ മുഖഭാവം കാണെ അവനൽപ്പം ഭയം തോന്നി. ഒരു തവണ താക്കീത് ചെയ്ത് കഴിഞ്ഞതാണ്. തന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്ന അവനൊരു ഊഹം ഉണ്ടായില്ല. അച്ഛന് അമ്നേഷ്യ വന്നിരുന്നെങ്കിലെന്ന് പോലും അവൻ ആഗ്രഹിച്ചു പോയി. ആർച്ച സന്തോഷിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. 8 വർഷമായില്ലേ എന്നെ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട്? ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള ശല്യം എൻ്റെ ഭാഗത്ത് ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവനെ സ്നേഹിച്ചു പോയി. അതും ഈ നിൽക്കുന്ന കീർത്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി. വേണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ കിത്തു എന്ന് എൻ്റെ കൂടെ ഉണ്ടാവില്ലെന്നേ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിലും വലുതായി ഇവിടെയുള്ള സ്നേഹം ഉണ്ടായിരുന്നു. തിരിച്ചു അങ്ങനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ തെറ്റിപ്പോയി. എല്ലാവർക്കും സ്വന്തം ലൈഫാണ് വലുത്. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതാണെന്ന്. എൻ്റെ മനസാക്ഷിക്ക് മുകളിൽ ഞാനിവളെ ഓർത്ത് ഒന്നും ചെയ്യരുതായിരുന്നു. ഇവളെയെന്നല്ല, സ്വന്തം ജീവിതത്തിന് മുകളിൽ പ്രാധാന്യം നൽകി വെറുമൊരു ഇമോഷണൽ ഫുള്ളായ ഒരു തീരുമാനം എടുക്കരുതെന്ന്. വിഷമം നിയന്ത്രിക്കാനെന്ന പോലെ ശ്വാസം വലിച്ചു വിട്ടു. കണ്ണുകൾ ഇറുകെ അടച്ചവൾ തിരിഞ്ഞു നിന്നു. പുല്ല്, ആവശ്യത്തിന് കണ്ണീര് വരുന്നില്ല. അവൾ തിരിഞ്ഞെന്ന് വായിൽ വരലിട്ട് ഇച്ചിരി തുപ്പിലെടുത്ത് കണ്ണിൽ തേച്ചു. ഒപ്പം 2 കുത്തും കൊടുത്തു കണ്ണിന്. പിന്നെ പതിയെ മൂക്കൊന്ന് വലിച്ചു. പിന്നെ എല്ലാവരും തിരിഞ്ഞു നോക്കി. ഒരു കാര്യം കൂടെ ചിന്തിക്കണം. നിങ്ങൾ എന്നോട് ചെയ്യുന്ന പോലെ
നിങ്ങളെക്കുറിച്ച് അപവാദം പറയാനും ഉറപ്പിച്ചു വെച്ച കല്യാണം പോലും മുടക്കാനും എനിക്ക് സാധിക്കും. അത് ഓർത്തു വെച്ച എല്ലാവർക്കും കൊള്ളാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ ആർച്ചി ഇറങ്ങി നടന്നു. കണ്ണു തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആർച്ചിയുടെ പിറകെയായിരുന്നു കിച്ചുവിന്റെ കണ്ണുകൾ. നോക്കി നിൽക്കാൻ കൂടുതൽ സമയം കിട്ടിയില്ല. അതിനുമുമ്പ് ഇടത്തെ കവിളിൽ അടി വീണു. അമ്മച്ചി! കവിൾ പൊത്തിപ്പിടിച്ച് കിച്ചു നിലവിളിച്ചു പോയി. ശിവനെ, മിന്നാമിന്നി കൂട്ടത്തിന്റെ വെള്ളി വിളിച്ചാണോ എന്തോ കണ്ണിലാകെങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നു. ഈശ്വര, ഇത്ര പെട്ടെന്ന് രാത്രിയായോ? ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നൊന്നങ്ങ് കിട്ടിയാലുണ്ടല്ലോ എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റൂല. അജാതി അടിയായിരിക്കും. കൂട്ടത്തിൽ പണ്ട് ദൂരദർശൻ സിഗ്നൽ കട്ടാകുമ്പോൾ വരുന്ന പോലെ ഒരു ശബ്ദം ചെവിയിലും. കവിതയും കീർത്തിയും ഞെട്ടി നിൽക്കുന്നുണ്ട്. സന്തോഷേട്ടാ! കവിത ശബ്ദം താഴ്ത്തി വിളിച്ചു. മിണ്ടരുത്. ഇന്ന് വരെ വാക്കുകൊണ്ട് പോലും നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അത് നീ എന്നെ കൊണ്ട് തെറ്റിക്കരുത്. വൈറൽ ഫീവർ വന്ന രോഗിയെപ്പോലെ സന്തോഷം നിന്ന് വിറച്ചു. രണ്ടുപേരും കാരണം എന്റെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. എന്തിനാ? എന്റെ ഭാര്യയും മോനും അവളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നതിന്. നീ ഒരു ടീച്ചറല്ലേ കവിതയെ? നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലോ? അതും സ്വന്തം മോനാ തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞുകൊണ്ട്. കവിതയുടെ മുഖം കുനിഞ്ഞുപോയി. ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചു, എന്നിട്ട് ആ പെണ്ണ് തന്നെ ചെയ്തുള്ളൂ എന്ന് ആശ്വസിക്കുന്നതിന് പകരം സന്തോഷം മുഷ്ടിയൊട്ടി ചുമരിലിടിച്ചു. ഒരു വാക്ക് പോലും മറുപടിയില്ലാതെ നിന്നുപോയി കിച്ചു. ദേഷ്യവും സങ്കടവുമെല്ലാം കൂടിക്കലർന്നു മനസ്സിൽ അലയടിച്ച്. തിരിച്ചടിക്കാൻ ഉത്തരം പറയാനില്ലാത്തപ്പോൾ എല്ലാവരും ചെയ്യുന്ന സ്ഥിരം പരിപാടിയായി ഇറങ്ങിപ്പോക്ക്, അല്ലെങ്കിൽ കയറിപ്പോക്ക് തന്നെ കിച്ചുവും തെരഞ്ഞെടുത്തു. പുറത്തേക്ക് ഇറങ്ങിയാൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയതിനാൽ കിച്ചു മണിക്കുട്ടി ഓടാൻ ചാൻസ് കൊടുത്തില്ല. പെട്ടെന്ന് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഇല്ലെങ്കിൽ പിന്നെ എന്ന് പാടി നടക്കേണ്ടി വരുന്ന കിച്ചുവിന് നന്നായിട്ട് അറിയാം. പുറത്തേക്ക് ഇറങ്ങി ആർച്ച മതിലിനടുത്തും അയൽ വീട്ടിലും 2-3 പേർ നോക്കി നിൽക്കുന്നത് കണ്ടെങ്കിലും അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. ഗേറ്റ് കടന്ന് പുറത്തെത്തിയതും പത്മയുടെ വീടിന്റെ ഗേറ്റിൽ നിൽക്കുന്ന ശരത്തിനെ കണ്ട് ആർച്ച അവിടെ നിന്നു. ശരത്ത് ഗേറ്റ് കടന്ന് റോഡ് ക്രോസ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്നു. ആർച്ചയുടെ മിഴികൾ ചുവന്നിരിക്കുന്ന കണ്ടതും ശരത്തിന്റെ മുഖം ചുളിഞ്ഞു. എന്തുപറ്റി? വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ശരത്ത് കിച്ചുവിന്റെ വീട്ടിലേക്ക് നോക്കി. ഏയ്, ഒരു കാര്യം പറയാൻ പോയതാ. ഓരോന്ന് സംസാരിച്ചു വന്നപ്പോ അവന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രമിച്ചു ആർച്ച. ശരത്ത് അലിവോട് അവളെ നോക്കി. വിഷമായോ? അവന്റെ ശബ്ദം താഴ്ന്നു. ഒന്ന് പോയ മനുഷ്യ. അത്യാവശ്യ സമയത്ത് കണ്ണീര് വരാതിരുന്നോണ്ട് കണ്ണിലൊരു കുത്തൊടുത്തു. അതിനൊരു നീറ്റല്. അവിടുന്ന് ഇറങ്ങിയപ്പോ തൊട്ട് കണ്ണീന്നാണ് ഈ കുടൂടാ വെള്ളം. കൂടെ നിന്ന് കാലുവാരുന്ന കണ്ണുകൾ. കണ്ണു മുകളിലേക്കും താഴേക്കും തെക്കും വടക്കൊക്കെ ഉരുട്ടി കളിക്കുന്ന ആർച്ചയെ നോക്കിയെന്ന് ചിരിയടക്കി ശരത്ത്. ചേട്ടൻ എങ്ങോട്ടാ? ആർച്ച കണ്ണു തുടക്കുന്നതിനിടയിൽ ചോദിച്ചു. ഒന്ന് നടക്കാനിറങ്ങിയതാ, അപ്പോഴാ താനവിടെ നിൽക്കുന്ന കണ്ട്. എങ്കിൽ വാ. ആർച്ച മുന്നിലേക്ക് നടന്നു, കൂടെ ശരത്തും. ഗ്രീഷ്മനെ ഹേമന്തിനെയൊക്കെ വിളിക്കായിരുന്നു ഒരു കൂട്ടിന്. ഗൗരവത്തിൽ അവൾ പറയുന്ന കേട്ട് ശരത്ത് തലയിരിച്ച് അവളെ കൂർപ്പിച്ച് നോക്കി. കൂടെ ഒരു കൊടുങ്കാറ്റുണ്ടാവുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ടാണ് തോന്നുന്നു. വിളിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അതേ ടോണിൽ ശരത്ത് തിരിച്ചടിച്ചു. വേണ്ടായിരുന്നു, ചെന്ന് ചോദിച്ച് വാങ്ങിച്ച് പുല്ല്. ആർച്ച പിറുപിറുത്തു. ശരത്ത് പൊട്ടിച്ചിരിച്ചു. ആദ്യം ചിരി അടക്കി പിടിച്ചെങ്കിലും ആർച്ച അവന്റെ കൂടെ ചിരിച്ചുപോയി. താൻ എന്തിനാണോ വീണ്ടും അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? നടക്കുന്നതിനിടയിൽ ശരത്ത് ചോദിച്ചു. അതോ, അവൻ അജ്ഞാതന്റെ പേര് വെച്ച് വീട്ടിലേക്ക് വിളിച്ച് അച്ഛമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു. അച്ഛമ്മ അമ്മയെ വഴക്ക് പറഞ്ഞു. കോൾ ഐ ഡി ഉണ്ടായിരുന്നുകൊണ്ട് അജ്ഞാതന്റെ പേരിലെങ്കിലും നമ്പർ കൃത്യമായിട്ട് കിട്ടി. എനിക്കിട്ട് പണിതതാ കൊരങ്ങൻ. എല്ലാവരുടെയും മുമ്പിൽ തലവിച്ചിരിക്കുന്ന സുഖം അവനൊന്നും അറിയട്ടെ. ആർച്ച കൈകൾ കൂട്ടിത്തിരുമ്മി അമർഷമടക്കി. താനേ ജനിച്ച സ്ഥലത്തിന് മാറിപ്പോയി. എൻ്റെ വീട്ടിൽ വേണ്ടതായിരുന്നു. സാരമില്ല, ശരിയാക്കാം. ശരത്തി ചിരിച്ചു. ആർച്ച കണ്ണുമിഴിച്ചവനെ നോക്കി. ഹാ, ചുമ്മാ പെണ്ണ്, നടക്ക്. ശരത്ത് അവിടെ തലയിൽ കൊട്ടി. വഴിയിൽ കാണുന്ന തെങ്ങിന്റെയും മാവിന്റെയും താഴെ കിടന്ന കരിയിലയുടെ ഉൾപ്പെടെ ചരിത്രം പറഞ്ഞാണ് ആർച്ച ശരത്തിനെയും കൊണ്ട് വീട്ടിലെത്തിയത്. ഏയ്, ഒരു മാറ്റമില്ല. എല്ലാ സിനിമയിലും സീരിയലും സ്ഥിരം കാണുന്ന അതേ സീൻ. ഒന്നിന് കള്ളിപ്പാൽ കൊടുത്ത പോലെ ടെൻഷൻ വരുമ്പോൾ തലങ്ങും വിലങ്ങും നടക്കുന്ന നിയമം വല്ലതും ഉണ്ടോ? ഗേറ്റ് മുമ്പിൽ തലങ്ങും വിലങ്ങും നടക്കുന്ന കൃഷ്ണകുമാറിനെ കണ്ട ആർച്ച എളിയിൽ കൈകുത്തിയിരുന്നു. എന്റെ പൊന്നച്ച, ഈ നടത്ത നമ്മുടെ ഈ റോഡിൽ കൂടി നേരെ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ ടൗണിൽ ചെന്ന് കപ്പലണ്ടി വാങ്ങിച്ചിട്ട് വരായിരുന്നു. അവൾ കൃഷ്ണകുമാരെ താടിയിൽ പിടിച്ചു പറഞ്ഞു. ഡീ, പതിയെ പറയുവണ്ണേ. അമ്മയും അച്ഛമ്മ എഴുന്നേറ്റിട്ടില്ല. ബഹളം വെച്ച് എഴുന്നേൽപ്പിക്കല്ലേ. രഹസ്യം ചോർത്താൻ വിട്ടിട്ട് നീ ഇപ്പൊ തന്നെ അവന് പണി കൊടുക്കാൻ പോകുന്ന ഞാൻ ഓർത്തോ? എഴുന്നേറ്റ് വന്ന എൻ്റെ നിന്റെ തല പോയും. അല്ല, അവിടെ വല്ല പടക്കവും പൊട്ടിച്ചോ? കൃഷ്ണകുമാർ അവളെ സംശയത്തോടെ നോക്കി. ശരത്ത് കണ്ണുമിഴിച്ച് നിന്നു. പിന്നെ ആർച്ചയെ നോക്കി. എന്താ ഒരു പ്രോത്സാഹനം? ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആർച്ച അവനെ നോക്കി പല്ലുവിളിച്ച് കാണിച്ചു. ഏയ്, ഞാനൊന്നും പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ ഒരു പടക്കം പൊട്ടുന്ന ഒച്ച കേട്ടു.
തിരിഞ്ഞു നോക്കി ആ ഫ്ലോ അങ്ങ് പോകുന്നോണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആർച്ച കൈമലർത്തി. കൃഷ്ണകുമാർ അവിടെ തലയിൽ കൊട്ടി. രണ്ടുപേരുടെയും സംസാരം നോക്കി നിൽക്കുന്ന ശരത്തിനെ കണ്ട് അയാളൊന്ന് ചിരിച്ചു. പിന്നെ ആരായെന്നുള്ള ഭാവത്തിൽ ആർച്ചയെ നോക്കി. പത്മാനിയുടെ മോനാ ശരത്ത്. ആർച്ച അവനെ പരിചയപ്പെടുത്തി. കൃഷ്ണകുമാർ ചിരിയോടെ കൈ നീട്ടി. അറിയാം, അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോഴേ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ശരത്ത് പതിയെ തലയാട്ടി. കയറി വാ. കൃഷ്ണകുമാർ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇല്ലെങ്കിൽ എല്ലാവരും ഉച്ചമയത്തിലല്ലേ, ശല്യം ചെയ്യുന്നില്ല. ഞാൻ സ്ഥലക്കൊന്ന് കാണാനിറങ്ങിയതാ, പിന്നെ ഒരു ദിവസം വരാം. ശരത്ത് ഒരു പുഞ്ചിരിയോടെ അക്ഷരം നിരസിച്ചു. താൻ വരുന്നോ? അല്പം നടന്നിട്ട് വരാം. അവൻ ആർച്ചയെ കൂടെ ചെല്ലാൻ വിളിക്കുന്ന കണ്ടതും കൃഷ്ണകുമാർ ചിരിച്ചു. എൻ്റെ പൊന്നു കുഞ്ഞെ, ഇവളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ബോംബ് കയ്യിൽ വെച്ച് കിടക്കുന്നു. ഏതാണ്ട് ഒരുപോലെയാ. കിട്ടിയതക്കതിന് ഗോളടിക്കുന്ന കൃഷ്ണകുമാറിന്റെ കയ്യിൽ അമർത്തി ഒന്ന് പിടിച്ചു ആർച്ച. സത്യം അതാണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയാ വച്ച. അഭിമാൻ അഭിമാൻ. അവളെ അവളുടെ ചെവിയിൽ പിറുവിറുത്തു. ഇരിക്കട്ടെ അങ്കിൾ, ട്രിപ്പ് അഡ്വഞ്ചറായില്ലേ? മുകൽപ്പ കുറിപ്പിച്ച് കൃഷ്ണകുമാറിനെ നോക്കി നിൽക്കുന്ന ആർച്ചയെ കാണുമ്പോൾ ചിരി വന്നവന്. ഒക്കെ അവനവൻ്റെ റിസ്കിൽ. മാനഹാനി, അടി, ഇടി, കാരാഗൃഹവാസം, സാമ്പത്തിക നഷ്ടം, ഇതിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. കൃഷ്ണകുമാർ രണ്ടുപേരെയും മാറി മാറി നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അച്ഛാ. ആ ബഹുത്ത് അച്ഛാ. ആർച്ചകളിൽ കൈകൂത്തിന്ന് വിളിക്കുന്ന കേട്ട് ശരത്ത് പൊട്ടിച്ചിരിച്ചു പോയി.